വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാമുനാണ്. അത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബ്രെഡ് ഒരു 7 സ്ലൈസ്, പാൽപ്പൊടി കുറച്ച് ആവശ്യത്തിന്, കുഴച്ചെടുക്കാൻ ആവശ്യത്തിന്, മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഒരു കപ്പ് പഞ്ചസാര, കുറച്ച് വെള്ളം, ഓയിൽ, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒഴിക്കാം കേട്ടോ. മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഈ മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ട ഉരുട്ടി നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. നല്ല ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കണത്. ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മെൽറ്റായി വരണം. ഒന്ന് തിളച്ച് വന്നിട്ട് ഒരു 5 മിനിറ്റ്, അതാണ് കണക്ക്. നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ആ സിറപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനായി ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മറിച്ചിട്ട് കൊടുക്കണം. പായിട്ടുണ്ടത് നമുക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും, നന്നായിട്ട് സോക്കായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടപ്പിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തുറക്കാം. അപ്പോൾ അത്യാവശ്യം കഴിക്കാം കേട്ടോ. സോക്കാണെങ്കിൽ നാളെ ആകുമ്പോൾ നന്നായിട്ട് സോക്കായിട്ടിരിക്കുന്ന പറയും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്